ബിഗ് ബോസ് 6ാം സീസൺ 50ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ തന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജിനി ഹരിദാസ്. ബിഗ് ബോസിന്റെ 1ാം സീസണിൽ വലിയ തോതിൽ ചർച്ചയായ മത്സരാർത്ഥിയാണ് രഞ്ജിനി. എന്നാൽ അന്ന് ഷോ ഇത്രയും വളർന്നിട്ടില്ലായിരുന്നുവെന്നും ഷോയുടെ കോൺസെപ്റ്റ് ചെറുതായിരുന്നുവെന്നും രഞ്ജിനി പറയുന്നുണ്ട്. 6ാം സീസണിലെ മത്സരാർത്ഥികളിൽ ഒരാളായ ജാസ്മിന് നേരെ വരുന്ന വിമർശനങ്ങളെക്കുറിച്ചും രഞ്ജിനി സംസാരിക്കുന്നുണ്ട്. വൃത്തിയിൽ നിന്നാണ് ജാസ്മിന് നേരെ വരുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന്. ഇതേക്കുറിച്ചും രഞ്ജിനി ഹരിദാസ് സംസാരിക്കുന്നുണ്ട്. തനിക്ക് ജാസ്മിന്റെ കാര്യം ജാൻമണി പറഞ്ഞ അറിവേ ഉള്ളൂവെന്നും സ്ക്രീനിലൂടെ കുറെ കാണിച്ചു. വൃത്തി എന്നത് നമ്മൾ വളർന്നു വന്ന രീതിയുടെ പ്രതിഫലനമാണ് എന്നും ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണമെന്നും രഞ്ജിനി പറയുന്നുണ്ട്. ജാസ്മിൻ തന്നെ താൻ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എന്റെ വീട് ഞാൻ ക്ലീൻ ആക്കി വെക്കും, പക്ഷെ ചെറുപ്പത്തിലൊക്കെ വലിച്ചു വാരിയിടും. എനിക്ക് വ്യക്തിപരമായി ആ കുട്ടിയുടെ വൃത്തിയെ പറ്റി അറിയില്ലെന്നും അടുത്തിടപഴകിയാലേ അത് അറിയാൻ സാധിക്കുള്ളൂ എന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. പക്ഷേ ഈ ക്യാമറയിൽ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കൂ. ചെന്നൈയിലൊക്കെ ചൂടാണ്, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ആ വീടിനകത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പുറത്തിരുന്ന് അഭിപ്രായം പറയാനേ കഴിയുള്ളൂ എന്നും വൃത്തി ഒരു അടിസ്ഥാന കാര്യമാണ്. പക്ഷേ ജാസ്മിന് വൃത്തിയുടെ കാര്യത്തിൽ കുറെ കൊട്ട് കിട്ടിയിട്ടുണ്ട്. തനിക്ക് ജാസ്മിന്റെ കാര്യം ഓർത്ത് വിഷമം തോന്നിയെന്നും തലചൊറിയുന്നതൊക്കെ ആലോചിക്കാതെ ചെയ്യുന്ന കാര്യമാണെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. പുറത്തു വരുമ്പോൾ ജാസ്മിൻ കുറെ ട്രോമ അനുഭവിക്കും. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ട്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മിനാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ തനിക്ക് സങ്കടം തോന്നുന്നുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. താൻ ബിഗ് ബോസ് ഷോയിലൂടെയാണ് ആദ്യമായി ജാസ്മിനെ കാണുന്നതെന്നും നന്നായി ഗെയിം കളിക്കുന്ന ആളാണെന്ന് തോന്നിയെന്നും ജാസ്മിന്റെ കാര്യത്തിലാണ് തനിക്ക് ആശങ്കയെന്നും രഞ്ജിനി പറയുന്നുണ്ട്. മാത്രമല്ല ശ്രീധുവിനെയും അർജുനെയും തമ്മിൽ കോംബോ ആക്കാൻ വേണ്ടി ചാനൽ ശ്രമിക്കുന്നത് പോലെ തോന്നിയെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. മാത്രമല്ല ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ ഇനി പോകുമെന്ന ചോദ്യത്തിനും രഞ്ജിനി മറുപടി നൽകുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് ഇനി തന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല എന്നും വിളിച്ചാൽ പോകുമെന്ന് അറിയില്ല എന്നും രഞ്ജിനി പറയുന്നു. പോയാൽ നല്ല കാശ് ചോദിക്കും, കാരണം പോയാൽ ഭ്രാന്തായാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്നും രഞ്ജിനി തമാശയോടെ പറയുന്നുണ്ട്. ബിഗ് ബോസ് 1ാം സീസണിൽ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഹരിദാസ്. താൻ മത്സരാർത്ഥിയായി വന്ന 1ാം സീസണിൽ 1 മണിക്കൂർ മാത്രമാണ് പ്രേക്ഷകർ കണ്ടതെന്നും ഇന്നത്തെ പോലെ ലൈവ് ഇല്ലായിരുന്നുവെന്നും രഞ്ജിനി ഹരിദാസ് ചൂണ്ടിക്കാട്ടി. 6ാം സീസണിൽ ജിൻഡോയാണ് തനിക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെന്നും രഞ്ജിനി പറയുന്നുണ്ട്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 50ാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി നാടകീയമായ സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഷോയിൽ സംഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആദ്യ ആഴ്ചയിൽ പുറത്തുപോയ രതീഷ് കുമാർ തിരികെ ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല വൈൽഡ് കാർഡ് എത്തിയ സിബിനും പൂജയും അപ്രതീക്ഷിതമായി പുറത്താവുകയും ചെയ്തു. എന്നാൽ സിബിന്റെ പുറത്തുപോകലോടെ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പല ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.